നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാനിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ കൂടുതൽ ശക്തമായി. ഞായറാഴ്ച ബാത്ന ഗവർണറേറ്റിൽ പരക്കെ മഴ പെയ്യുകയുണ്ടായി. സുഹാർ, ലിവ, ഫലജ് മേഖലകളിലാണ് കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വീടുകളിലും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറി. എന്നാൽ ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങളിലും വീടുകളിലും കുടുങ്ങിയവരെ സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാപനങ്ങളിൽ നിന്ന് ആരും പുറത്തിറങ്ങരുതെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നത്. മസ്കറ്റിലും തെക്കൻ അൽ ഷർഖയിലുമാണ് മഴ രൂക്ഷമായി തുടരുന്നത്. ഫലജ് അൽ ഖബായിലിൽ വാദിയിൽ ഒഴുകിപ്പോയ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരെ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. ഫലജ് അൽ ഖബായിലിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട 3 കുടുംബങ്ങളിലെ 17 പേരെയും സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തി. കൂടാതെ വരും ദിവസങ്ങളിൽ ഒമാനിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഞായറാഴ്ച നൽകിയ മുന്നറിയിപ്പ് സന്ദേശത്തിൽ അറിയിച്ചു. തെക്ക് വടക്കൻ ബാത്ന ഗവർണറേറ്റുകളിലും ബുറൈമി ഗവർണറേറ്റിലുമായിരിക്കും മഴ കേന്ദ്രീകരിക്കുകയെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്. ജനജീവിതം അവതാളത്തിലാക്കി വ്യാഴാഴ്ച മുതലാണ് മഴ തുടങ്ങിയത്. വെള്ളിയാഴ്ച തെക്കൻ ഷർക്കിയ മേഖലയിലാണ് കനത്ത മഴ പെയ്തത്. വീടുകളിലും കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ റോയൽ ഒമാൻ പോലീസും മറ്റു സുരക്ഷാ വിഭാഗങ്ങളും ചേർന്ന് രക്ഷപ്പെടുത്തി. അതേസമയം വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളെയും താമസക്കാരെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. ഖുറിയാത്ത് വിലയത്തിലെ വാദി അൽ അർബയിൽ പ്രദേശത്ത് കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയ കുടുംബത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. മസ്കറ്റ് അടക്കം ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരക്കെ മഴ ലഭിക്കുകയുണ്ടായി. അൽഖാമിൽ അൽ വാഫി വിലായത്തിലെ വാദി അൽ സീലിൽ പ്രദേശത്ത് ഒഴുക്കിൽപ്പെട്ട 2 ഏഷ്യക്കാരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി. കാണാതായ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.